ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ NIOSന്റെ സോഷ്യോളജിയിലെ ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 9 ആണ്. 9 ചാപ്റ്ററോളം നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 9ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ 8 ചാപ്റ്ററോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. പഠനം ഏതുവരെ എത്തി അതാണ് അറിയാനുള്ളത്. ഉഷാറായിട്ട് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഭാവി. ഭദ്രമായിട്ട് സൂക്ഷിക്കുക. പഠിക്കാനുള്ള സമയത്ത് പഠിക്കുക. സംശയമുള്ളവർ എന്തായാലും എപ്പോഴും പറയുന്നത് പോലെ കോൺടാക്ട് ചെയ്യാം. എന്ത് സംശയം ഏത് സമയത്ത് ചോദിച്ചാലും പറഞ്ഞു തരാനായിട്ട് റീഗൽ അക്കാദമി ഫാമിലി നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 9 ആണ്. അപ്പൊ ഈ 8 ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത് സൊസൈറ്റിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നും നമുക്ക് നോക്കാനായിട്ടുള്ളത് ചാപ്റ്റർ 9 സ്റ്റാറ്റസ് ആൻഡ് റോള്. സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതേ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? പദവിയും പങ്കും തമ്മിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. പാഠമല്ല, ഇന്ന് അതേ ക്വസ്റ്റ്യൻ ഒരു പാഠമായിട്ട് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചാപ്റ്റർ 9ന്റെ പേരെന്താണ്? സ്റ്റാറ്റസ് ആൻഡ് റോള്, പദവിയും പങ്കും. അപ്പോ തുടക്കത്തിൽ തന്നെ പറയട്ടെ, സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്, ഒരേ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്നു പാഠഭാഗത്തിലും അതേപോലെ തന്നെ സൊസൈറ്റിയുള്ള കാര്യങ്ങളാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ക്ലാസ്സിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സദയം ക്ഷമിക്കുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വൈകിപ്പിക്കുന്നില്ല, ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, റെഡി? ചാപ്റ്റർ 9 സ്റ്റാറ്റസ് ആൻഡ് റോള്. എന്താണ് ഡിഫൈൻ സോഷ്യൽ പൊസിഷൻ? അങ്ങനെ ഒരു ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ സ്റ്റാറ്റസ്, അതുപോലെ റോള്, പിന്നെ എന്താണ് റോളിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള പിന്നെ കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുണ്ട്. എളുപ്പമാണ്, നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പഠിക്കാനായിട്ടുള്ളത്. പദവി എന്താണ്, പങ്ക് എന്താണ്, കോമ്പറ്റീഷനൊക്കെ നമുക്കറിയാം. കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ കോമ്പറ്റീഷനിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടുപേർ തമ്മിലുള്ള, ഇരു കക്ഷികൾ തമ്മിലുള്ള ഒരു അഭേദ്യമായ എന്താണ് ഒരു മത്സരം തന്നെയാണെന്ന് പറയും കോമ്പറ്റീഷൻ. അങ്ങനെയുള്ള നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വളരെ കുഞ്ഞു പാഠമാണ്, വളരെ ചെറിയ പാഠമാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ആൻസർ ഒത്തിരി ചോദിക്കാനും കൂടുതലാണ്. ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് എഴുതാൻ കഴിയും. പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് നമ്മുടെ പുസ്തകം ഒന്ന് വായിച്ച് ക്ലാസ്സും കൂടെ കേട്ട് കഴിഞ്ഞാൽ എഴുതാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പമുള്ള ഒരു പാഠമാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ, ക്ലാസ്സിലോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ സോഷ്യൽ പൊസിഷൻ. ഓക്കെ, മഴയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ കഴിയും. അതേ ക്ഷമിക്കുക. നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ക്ലാസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്, നമ്മുടെ പരിമിതികളെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. നമുക്കിപ്പോ എല്ലാ സൗകര്യവും ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പഠനം നടക്കില്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ അല്ലെ, നമ്മുടെ പരിമിതികളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ പൊസിഷൻ ആണ്. എന്താണ് സോഷ്യൽ പൊസിഷൻ? പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പൊസിഷൻ ഒരു എന്താണ്, ഒരിടത്ത് നമുക്ക് ഒരു വാല്യൂ ഒക്കെ കിട്ടി, ഒരു പദവിയൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ എന്താവുന്നു? സ്റ്റേബിൾ ആവുകയാണ്. നിങ്ങൾ അങ്ങ് ഓർത്തു വയ്ക്കുക. പൊസിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. കഥ എന്ന് ഉദ്ദേശിക്കുന്നത് കിരൺ വളരെ എന്ത് ചെയ്യാണ്, കഷ്ടപ്പാടും ഒരു ഫാമിലി അത്ര സുഖകരമല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ് കിരൺ എന്ന് പറയുന്ന കുട്ടി. എക്സാമ്പിൾ ആണ്. കിരൺ വളരെ കഷ്ടപ്പെട്ടു. അവന്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അവൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഹയർ സെക്കൻഡറിയിലോട്ട് പോകുന്നു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ഒക്കെ ചെയ്തു. അവന് വളരെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? MBBSന് അഡ്മിഷൻ കിട്ടുന്നു. അവിടെ അവന് പഠിച്ച് ഇറങ്ങി നല്ലൊരു ഡോക്ടറായിട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങിയാണ്. അപ്പൊ കിരണിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറി അല്ലെ. കിരണിന് അതുവരെയും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരല്ല എവിടേക്ക് കിരൺ പഠിച്ചിറങ്ങി സമൂഹത്തിലോട്ട് പോയപ്പോ കിരൺ എന്ത് ചെയ്യുന്നുണ്ട്? വിലമതിക്കുന്നുണ്ട്. അപ്പോ അവിടെ എന്ത് വന്നു? കിരൺ എന്ത് വരികയാണ്? ഒരു പൊസിഷൻ വരികയാണ് അല്ലെ. ചെറിയൊരു സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്. എന്താണ്? ജസ്റ്റ് ഒരു ശ്രദ്ധിക്കപ്പെടാതെ ഇരുന്ന കിരൺ എന്ത് ചെയ്യണം? ഒരു പൊസിഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിലോട്ട് മാറുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ പൊസിഷൻ. നിങ്ങളുടെ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു നിശ്ചിത സമൂഹത്തിലും സംസ്കാരത്തിലും ആ വ്യക്തിയുടെ സ്ഥാനത്തുണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹിക സ്ഥാനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമൂഹത്തിലും സംസ്കാരത്തിലും ഒരു വ്യക്തിക്കുണ്ടാകുന്ന സാമൂഹിക സ്ഥാനത്തെയാണ് എന്തെന്ന് പറയുന്നത്?
സോഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു നിശ്ചിത സമൂഹത്തിലുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ പൊസിഷൻ. ഈ സോഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. ഒരു പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പുരോഹിതൻ. അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടെയാണ്? ചർച്ചിലാണ് അല്ലെ. ഒരു ഡോക്ടർ ഹോസ്പിറ്റലില് ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്. ഒരു ടീച്ചർ സ്കൂളില് ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ലെക്ചറർ ഒരു കോളേജില്. ഓക്കെ, അങ്ങനെയുള്ള പിന്നെ ഒരു രക്ഷിതാവ്, ഭവനം നമ്മുടെ ഹൗസിൽ പ്രാധാന്യമുള്ള വ്യക്തിയാണ് രക്ഷിതാവ്, നമ്മുടെ ഗാർഡിയൻ, പാരന്റ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണടാ? ഒരു പൊസിഷനാണ്. ഇതെല്ലാം എന്താണ്? പൊസിഷൻ. അപ്പൊ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? അച്ചീവ് ചെയ്യുകയാണ് അല്ലെ. സോഷ്യൽ പൊസിഷനിലോട്ട് എത്താൻ വെറുതെ എത്തുവോ? ഇല്ല. എങ്ങനെയാണ്? ഒരു നിശ്ചിത സമൂഹത്തിൽ ഉണ്ടാകുന്ന ഡെഫിനിഷൻ എങ്ങനെ എഴുതാം? ഒരു നിശ്ചിത സമൂഹത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സംസ്കാരത്തിലും ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഉണ്ടാകുന്ന പൊസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹിക സ്ഥാനം അല്ലെങ്കിൽ സോഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആരൊക്കെ വരാം? ലെക്ചർ, പുരോഹിതൻ അല്ലെ, പ്രീസ്റ്റ് അല്ലെ, അതുപോലെ തന്നെ ഡോക്ടർ, എഞ്ചിനീയർ, ഇതൊക്കെ നമുക്ക് എന്തിൽ വരാം? സോഷ്യൽ പൊസിഷനിൽ വരാം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോഷ്യൽ പൊസിഷൻ ഒന്നുകൂടെ പറയുന്നു. എഴുതിയെടുക്കുന്നു എന്നുള്ളവർക്ക് എഴുതിയെടുക്കാം. ശ്രദ്ധിക്കാം. ഒരു നിശ്ചിത സമൂഹത്തിൽ ഉണ്ടാകുന്ന സംസ്കാരത്തിലും ഒരു വ്യക്തിയുടെ സ്ഥാനത്തുണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ന് വിളിക്കുന്നത്? സോഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സാമൂഹിക സ്ഥാനം. ഡിഫൈൻ സ്റ്റാറ്റസ്. എന്താണ് പദവി? സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാറ്റസ് പദവി അല്ലെ. സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് എന്തെന്ന് പറയുന്നത്? സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് എന്ന് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ബന്ധങ്ങളുടെ കൂമ്പാരമാണ് അല്ലെ. സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ബന്ധങ്ങളുടെ കൂമ്പാരമാണ്. അതായത് അവസാനിക്കുവോ? ഇല്ല, ഒരിക്കലും അവസാനിക്കില്ല. അങ്ങ് കെട്ടി പിണഞ്ഞു കിടക്കുന്ന ഒരു ചങ്ങല പോലെയാണ് എന്ത് പോകുന്നത്? സൊസൈറ്റി പോകുന്നത് അല്ലെ. ഒരു ചങ്ങല പോലെയാണ് എന്ത് പോകുന്നത്? സൊസൈറ്റി പോകുന്നത്. അപ്പൊ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് സൊസൈറ്റി. ഓർത്തു വെക്കുക, സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ബന്ധങ്ങളുടെ വലയത്തില് ഒരു വ്യക്തി വഹിക്കുന്ന പദവിയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹിക പദവി. ഇതൊരു ബന്ധമാണല്ലോ. നമുക്കറിയാം, ഒരു കല്ലെടുത്ത് നമ്മളൊരു പുഴയിലോട്ട് എറിയുമ്പോ അവിടെ എന്ത് വരാം? വേവ്സ് വരാം അല്ലെ. വേവ്സ് അല്ലെങ്കിൽ കുറച്ച് ഓളങ്ങൾ ഇങ്ങനെ വരാം അല്ലെ. ആ ഒരു ഓളം ഉണ്ടല്ലോ, അതിൽ അതുപോലെ ഇങ്ങനെ ഒരു ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന ഒരു വലയമാണ് എന്തെന്ന് പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത്. ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന ഒരു വലയമാണ് എന്തെന്ന് പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത്. അപ്പോ ആ സമൂഹത്തില് ഒരു വ്യക്തി വഹിക്കുകയാണ്, ക്യാരി ചെയ്യുകയാണ് അല്ലെ. വഹിക്കുന്ന പദവിയാണ് സാമൂഹിക പദവി എന്ന് പറയുന്നത്. ഒരു വ്യക്തി വഹിക്കുന്ന പദവിയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹിക പദവി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത് ആ വ്യക്തി വഹിക്കുന്ന പദവി. ഓക്കെ, ഒരു നിശ്ചിത സമയത്ത് വ്യക്തി വഹിക്കുന്ന പദവിയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹിക പദവി എന്ന് വിളിക്കുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ മാറിയും തിരിഞ്ഞും പോകരുത്. സോഷ്യോളജിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു വില്ലൻ എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ തോന്നും. നിങ്ങൾ മാറിയും തിരിഞ്ഞും പോകരുത്, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തത് സോഷ്യൽ പൊസിഷൻ. അതായത് ഒരു വ്യക്തി നമുക്ക് എന്താണ്? ഒരു നിശ്ചിത സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥാനത്തെയാണ് സാമൂഹ്യ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. പൊസിഷൻ, പദവി എങ്ങനെയായിരിക്കാം? ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ക്യാരി എന്ന് പറഞ്ഞാൽ വഹിക്കുകയാണ് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് എന്തെന്ന് പറയുന്നത്? സൊസൈറ്റി അല്ലെ. ബന്ധങ്ങളുടെ വലയമാണ് സൊസൈറ്റി. ഒരു വ്യക്തി വഹിക്കുന്ന പദവിയെയാണ് സൊസൈറ്റിയിൽ ഒരു വ്യക്തി വഹിക്കുന്ന പദവിയാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക പദവി എന്ന് പറയുന്നത്. ഒരു വ്യക്തി വഹിക്കുന്ന പദവിയാണെന്ന് പറയുന്നത് സാമൂഹിക പദവി എന്ന് പറയുന്നത്. ഈ സാമൂഹിക പദവിക്ക് കുറച്ച് എന്തുണ്ട്? ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒരു പദവി ഒരു പ്രത്യേക വ്യക്തിയെ മാത്രമുള്ളതാ അല്ലെ. ഒരു പദവി ഒരു പ്രത്യേക വ്യക്തിയെ മാത്രമുള്ളതാണോ? അല്ല, അന്യോന്യം പ്രവർത്തന സൂചകമാണ്. രണ്ടാമത്തത് എന്താണ് സവിശേഷത? അന്യോന്യം പ്രവർത്തന സൂചകമാണ്. പല പദവികൾ ഉണ്ടായിരിക്കാം അല്ലെ. പല പദവികൾ ഉണ്ടായിരിക്കാം എന്ന് പറയുമ്പോ എക്സാമ്പിൾ പറയാം. മീനു എന്ന് പറയുന്ന കുട്ടി ആദ്യം അവളെ സ്വന്തം വീട്ടിൽ എന്തായിരുന്നു? ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു.
അവള് അത് കഴിഞ്ഞ ശേഷം മാരേജ് ചെയ്തു പോകും, അല്ലെങ്കിൽ അവള് മാരേജ് ചെയ്ത് പോകുമ്പോ ആ വീട്ടിൽ എന്താകുന്നു? ഒരു മരുമകളാകുന്നു, ഒരു ഭാര്യയാകുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു അമ്മയാകുന്നു. അതെല്ലാം എന്താണ്? സ്റ്റാറ്റസ് ആണ്, ഒരു പദവിയാണ് അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പല പദവികൾ ഉണ്ടായിരിക്കാം. അപ്പൊ മീനു അവിടെ എന്തൊക്കെയായിട്ട് മാറി? ഒരു പെൺകുട്ടിയായിട്ട്. തുടക്കത്തിൽ അവൾ ഒരു ഗേൾ ആണ്, അത് കഴിഞ്ഞ ശേഷം അവൾ എന്തായി മാറുന്നു? ഒരു മരുമകളായിട്ടോ, ഒരു മദർ ആയിട്ടോ, അല്ലെ? അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആകുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക പദവി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ പറയുന്നത്? പല പദവികൾ ഉണ്ടായിരിക്കാം, പല പദവികൾ ഉണ്ടായിരിക്കാം. സൊസൈറ്റി ജീവിക്കുന്ന നമ്മൾ ഒരു പദവി മാത്രമാണോ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അലങ്കരിക്കുന്നത്? ഇല്ല, പല പദവികൾ ഉണ്ടായിരിക്കാം. സാമൂഹിക പദവികൾക്ക് ചില പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടാകാം. സാമൂഹിക പദവികൾക്ക് പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടാകാം. ഒരു എന്താണ്? ക്ലിയർ ആയിട്ടുള്ള ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് എന്ത് പ്രവർത്തിക്കുന്നത്? സാമൂഹിക പദവികൾ പ്രവർത്തിക്കുന്നത്. ഓരോ പദവിക്കും പ്രത്യേകം അവകാശവും കടമയും ഉണ്ട്. ഓരോ പദവിക്കും എന്തുണ്ട്? പ്രത്യേക അവകാശങ്ങളും കടമകളും ഉണ്ട്. ഡ്യൂട്ടി റൈറ്റ്സും ഒക്കെ ഉണ്ട് അല്ലെ? ഓരോ പദവിക്കും ഡ്യൂട്ടി ഉണ്ട്. വെറുതെ അവരുടെ പദവിയിൽ ഇരുന്നാൽ മാത്രം മതിയോ? ആ പദവി നിർവഹിക്കണമല്ലോ അല്ലെ? ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി എന്ത് ചെയ്യണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത്, പ്രാധാന്യത്തിന്റെ തോത് മാറുന്നതിനനുസരിച്ച് പദവിയുടെ വ്യത്യാസവും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം പെൺകുട്ടിയായിരുന്നു, പിന്നെ എന്തായി മാറുന്നു? മരുമകളാകുന്നു, അത് കഴിഞ്ഞ ശേഷം എന്തായി മാറുന്നു? അല്ലെ? അമ്മയായിട്ട് മാറുന്നു. അപ്പൊ ആ പദവിയുടെ തോതും എന്ത് ചെയ്തോണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. ആ പെൺകുട്ടിയായിരുന്നപ്പോ ഉണ്ടായിരുന്ന പദവി മാത്രമാണോ? അമ്മയാകുമ്പോ കുറച്ചുകൂടെ ഭാരിച്ചമായിട്ടുള്ള ഒരു പദവി അവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പദവികളുടെ തോതും എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേ ഇരിക്കും. പിന്നെ എന്താണ്? കഴിവുള്ളവർക്ക്, അതായത് കുറച്ചുകൂടെ എലിജിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ഒരു മെന്റൽ കപ്പാസിറ്റിയും അതുപോലെ തന്നെ മറ്റ് സ്റ്റഡിയിലൊക്കെ കുറച്ച് മേന്മയുള്ളവർക്ക് കഴിവ് എന്ത് ചെയ്തോണ്ടിരിക്കും? പദവി എന്ത് ചെയ്തോണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ കഴിവുള്ളവർക്ക് പദവി എങ്ങനെയായിരിക്കും? കൂടുതലായിട്ട് ലഭിക്കും. പദവി കൂടുതലായിട്ട് ലഭിക്കും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ, ഡിഫൈൻ സ്റ്റാറ്റസ്. എന്താണ് ഡിഫൈൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ? എന്താണ്? സാമൂഹിക ബന്ധങ്ങളുടെ വലയമാണ് എന്തെന്ന് പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത്. സാമൂഹിക ബന്ധങ്ങളുടെ വലയമാണ് സമൂഹം എന്ന് പറയുന്നത്. ബന്ധങ്ങളുടെ വലയത്തില് ഒരു വ്യക്തി വഹിക്കുന്ന പദവിയെ എന്തെന്ന് വിളിക്കുന്നു? സാമൂഹിക പദവി എന്ന് വിളിക്കുന്നു. ബന്ധങ്ങളുടെ വലയത്തില് ഒരു വ്യക്തി വഹിക്കുന്ന പദവിയെ സാമൂഹിക പദവി എന്ന് പറയുന്നു. ഒരു നിശ്ചിത വ്യക്തി എന്തൊക്കെയാണ്? ഒരു വ്യക്തി വഹിക്കുന്ന പദവിയാണല്ലേ? അപ്പൊ അത് പരസ്പരം എന്തായിരിക്കും? ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒരു പദവി ഒരു പ്രത്യേക വ്യക്തിയെ മാത്രമുള്ളതാണോ? അല്ല, അതിലോട്ട് അച്ചീവ് ചെയ്യണം അല്ലേ? അതിലോട്ട് അച്ചീവ് ചെയ്യണം. സവിശേഷതകളാണ് പറയുന്നത്. അന്യോന്യം പ്രവർത്തനമാകാം. പദവികൾ വ്യത്യസ്തമായിരിക്കാം. അവിടെയാണ് നമ്മൾ മീനുവിന്റെ കാര്യം പറഞ്ഞത് അല്ലെ? പദവികൾ എങ്ങനെയായിരിക്കാം? വ്യത്യസ്തമായിരിക്കാം. സാമൂഹിക പദവി എങ്ങനെയാണ്? പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടാകാം. സാമൂഹിക പദവിയിൽ എങ്ങനെയാണ്? പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടാകാം. ഓരോ പദവിക്കും ഓരോ അവകാശങ്ങളുണ്ട്. ഓരോ പദവിക്ക് എങ്ങനെയാണ്? ഓരോ അവകാശങ്ങള് കടമകളും ഉണ്ടാകാം. പിന്നെ എന്താണ്? പ്രാധാന്യത്തിന്റെ തോതനുസരിച്ച് പദവിയുടെ വ്യത്യാസം എന്ത് ചെയ്യാം? മാറാം. അപ്പൊ പ്രാധാന്യത്തിന്റെ തോതനുസരിച്ച് പദവിയുടെ വ്യത്യാസവും മാറാം. പിന്നെ കഴിവുള്ളവർക്ക് എങ്ങനെയാണ്? പദവി കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ? കഴിവുള്ളവരുടെ പദവി എങ്ങനെയായിരിക്കാം? ഉയർന്ന പദവി ലഭിക്കാം. ഇതാണ് ഡിഫൈൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഡിഫൈൻ സ്റ്റാറ്റസ്. അപ്പൊ നമ്മള് 2 ക്വസ്റ്റ്യൻ നോക്കി, സോഷ്യൽ പൊസിഷനും നോക്കി, സ്റ്റാറ്റസും നോക്കി. ഇനി റോള്. എന്താണ് റോള്? പങ്ക് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി എന്താണ് പങ്ക്? പദവിയുടെ ചലനാത്മകവും അതുപോലെ തന്നെ പെരുമാറ്റപരമായ വശത്തെയാണ് എന്ന് പറയുന്നത് പങ്ക് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് പദവിയുടെ ചലനാത്മകതയും പെരുമാറ്റപരവുമായ അല്ലെ? പദവിയുടെ ചലനാത്മകം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? അതെ, മാറിക്കൊണ്ടേയിരിക്കും അല്ലെ? ചലനാത്മകതയും പെരുമാറ്റപരമായ വശത്തെയാണ് എന്ത് വിളിക്കുന്നത്? പങ്ക് എന്ന് വിളിക്കുന്നത്. പിന്നെ പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിക്കാനുള്ളതാണ്. പങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വഹിക്കാനുള്ളതാണ്. വഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാരി ചെയ്യുക അല്ലെ? വഹിക്കാനുള്ളതാണ്. പങ്ക് നിർവഹിക്കാനുള്ളതാണ്. നിർവഹിക്കാനുള്ളതാണ്. ഒരു പദവിയുടെ കർത്തവ്യങ്ങൾ ഒരു വ്യക്തി നിർവഹിക്കുമ്പോൾ അതിനെ എന്തെന്ന് പറയുന്നു? പങ്ക് എന്ന് പറയുന്നു. ഒരു പദവി നമ്മൾ ഓൾറെഡി അവിടെ നമ്മൾ പദവി പഠിച്ചു. ആ പദവിയിലെ കർത്തവ്യങ്ങൾ എന്ത് ചെയ്യണം? നിർവഹിക്കണം, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. പദവിയിലെ കർത്തവ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പങ്ക് എന്ന് വിളിക്കുന്നത്. പദവിയിലെ കർത്തവ്യങ്ങൾ, ഡ്യൂട്ടീസ് എന്ത് ചെയ്യണം?
ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നിർവഹിക്കുക. നിർവഹിക്കുമ്പോഴാണ് എന്തെന്ന് വിളിക്കുന്നത്? പങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ പങ്ക് എന്താണെന്ന് മനസ്സിലായോ? ഒരു സമൂഹത്തിലുള്ളതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പങ്ക് എന്ന് വിളിക്കുന്നത്. ചലനാത്മകവുമായിരിക്കാം, പെരുമാറ്റപരവുമായിരിക്കാം. ചലനാത്മകവുമായിരിക്കാം, പെരുമാറ്റ രീതിയുമായിരിക്കാം. പദവി എങ്ങനെയാണ്? വഹിക്കാനുള്ളതാണ്. പദവി വഹിക്കാനുള്ളതാണെങ്കിൽ പങ്ക് എങ്ങനെയാണ്? നിർവഹിക്കാനുള്ളതാണ് അല്ലെ? പദവി വഹിക്കാനുള്ളത്. പക്ഷെ പങ്ക് എന്ന് പറയുന്നത് എന്താണ്? നിർവഹിക്കാനുള്ള. രണ്ടും മാറിപ്പോകരുത്. പദവി വഹിക്കാനുള്ളത്, പങ്ക് നിർവഹിക്കാനുള്ളത്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? പദവി വഹിക്കാനുള്ളത്, പങ്ക് നിർവഹിക്കാനുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ഒരു പദവിയുടെ കർത്തവ്യങ്ങൾ എന്ത് ചെയ്യാണ്? ഇംപ്ലിമെന്റ് ചെയ്യുക. വഹിക്കുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? പങ്ക് വരുന്നത്. ഒരു പദവിയുടെ കർത്തവ്യങ്ങൾ എന്താണ്? വഹിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? നിർവഹിക്കുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? പങ്ക് ഉദയം ചെയ്യുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇനി ചില ഗണങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും എന്താണ്? പങ്ക് എങ്ങനെയായിരിക്കാം? വ്യത്യസ്തപ്പെട്ടിരിക്കാം. പെരുമാറ്റ രീതി നമുക്ക് എന്തെന്ന് പറയാം? വ്യത്യസ്തമായിരിക്കും അല്ലെ? പങ്ക് വ്യത്യസ്തപ്പെട്ടിരിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മത്സരം അല്ലെ? നമുക്ക് മത്സര ബുദ്ധി വേണ്ടേ? നിങ്ങളുടെ ഇടയിലും വേണം അല്ലെ? നിങ്ങളുടെ ഇടയിലും വേണം മത്സരം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, അങ്ങനെയാണോ? അല്ല, നമുക്ക് നമ്മുടെ ഇടയിൽ എന്ത് വേണം? ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടായിരിക്കണം. മത്സര ബുദ്ധിയോടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. വാശി വേണ്ടേ? വാശി വേണം. ഇപ്പൊ ഓട്ടകളത്തിൽ ഓടാൻ നിൽക്കുകയാണ് അല്ലെ? എനിക്ക് കാല് വയ്യ, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അവൻ ഓടി ജയിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? പരാജയപ്പെടും അല്ലെ? അവിടെ നിങ്ങളും അയാളും തമ്മിൽ എന്തുണ്ട്? ഒരു തകർത്ത ഒരു കോമ്പറ്റീഷൻ അവിടെ വയ്ക്കുകയാണ്. അതാണ് എന്തിലോട്ട് പോകുന്നത്? കോമ്പറ്റീഷനിലോട്ട് പോകുന്നത്. മനസ്സിലായി? അതിനെയാണെന്ന് വിളിക്കുന്നത് മത്സരം. മറ്റൊന്ന് മത്സരമാവോ? ഇല്ല, വിട്ടുകൊടുക്കുകയാണ് അല്ലെ? അത് മത്സരമാകോ? ഇല്ല. അപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പരസ്പരമുള്ള ആ ഒരു ഓട്ടത്തെയാണല്ലേ? അങ്ങനെ പരസ്പരമുള്ള രണ്ടോ അതിലധികമോ കക്ഷികൾ തമ്മിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പഠനത്തിലും നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളെക്കാളും കഴിവുള്ളവരായിട്ടാണ് അല്ലെ? ചിലപ്പോൾ കഴിവ് കുറഞ്ഞവരായിട്ടും ആകാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഓടണം, ഞാൻ പഠിച്ചാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടിയ അല്ലെങ്കിൽ ഒരു പൊസിഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ, പഠനത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു മൈൻഡ് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ മൈൻഡ് വെക്കുക. പുറകിൽ ഒരാളുണ്ട്, അവന് ഓടി എത്തുമ്പോ എനിക്ക് അവിടെ ഫിനിഷിംഗ് പോയിന്റില് എത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്? കോമ്പറ്റീഷൻ. ഇതിലപ്പുറം നിങ്ങളുടെ ആ ഒരു ലൈഫ് കൂടെ വെച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല, ഇനി അപ്പുറം പറയാൻ കഴിയില്ല. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, രണ്ടോ അതിലധികമോ കക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കിടാൻ കഴിയാത്ത ഒരു പൊതു ലക്ഷ്യത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? പരിശ്രമിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. പഠനത്തിൽ നമുക്ക് കോമ്പറ്റീഷൻ മൈൻഡ് എപ്പോഴും വേണം എന്ന് പറയുമ്പോൾ എങ്കിലേ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ചിന്തിക്കുക, എപ്പോഴും ചിന്തിക്കുക. ഞാൻ ഓടിയെത്തും മുമ്പേ പുറകിൽ നിന്ന് വരുന്നവൻ വരാതെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. അപ്പൊ ആർക്കായിരിക്കും ജയം? എനിക്കായിരിക്കാം. അല്ല എങ്കിൽ അവൻ കൂടെ വന്നോട്ടെ. അത് എന്ത് കോമ്പറ്റീഷൻ ആകോ? അത് കോമ്പറ്റീഷൻ ആയില്ല, അത് വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത്. നമുക്കിപ്പോ മത്സര ബുദ്ധി എപ്പോഴും ഒരു പരീക്ഷയിലായാലും എപ്പോഴും ഒരു മത്സര സ്വഭാവം നമുക്ക് വേണം. മത്സര സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വാശി ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ട ഒരു ഫീച്ചറാണ്. അപ്പൊ ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ച് ലക്ഷ്യങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമല്ലോ. അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. മനസ്സിലായോ? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ ആണ്. നിങ്ങൾ പണ്ട് സ്കൂളിൽ ഓട്ട മത്സരം പോയതും തവള ചാടിയതൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ കോമ്പറ്റീഷൻ എഴുതാൻ പറ്റും. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? രണ്ടോ അതിലധികമോ കക്ഷികൾ പങ്കിടാൻ കഴിയാത്ത ഒരു പൊതു ലക്ഷ്യത്തിനായി, രണ്ടോ അതിലധികമോ കക്ഷികൾ ഒരു ലക്ഷ്യത്തിനായി, ശ്രദ്ധിച്ചിരിക്കാം, രണ്ടോ അതിലധികമോ കക്ഷികൾ ഒരു ലക്ഷ്യത്തിനായി പരിശ്രമിക്കുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത്? കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടോ അതിലധികം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മനസ്സിലാകാനാണ്. രണ്ടോ അതിലധികം വ്യക്തികൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പരിശ്രമിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്, മത്സരം എന്ന് വിളിക്കുന്നത്. ഈ മത്സരത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഗോൾ ഓറിയന്റഡ് ആണ്. മത്സരം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു ഗോൾ ഓറിയന്റഡ് ആണ്. ഗോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ലക്ഷ്യം അല്ലെ? ലക്ഷ്യം മുന്നിൽ കാണുന്നതാണ്. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കാം അല്ലെ? സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സാമൂഹിക പരസ്പര ബന്ധം ഉണ്ടായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോ പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? കോമ്പറ്റീഷൻ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് ആണ്. സോഷ്യൽ ഇന്ററാക്ഷൻ
അല്ലെ. രണ്ടാമത്തേത് ഗോൾ ഓറിയന്റഡ്, പിന്നെ കണ്ടിന്യൂസ് ആണ് അല്ലെ, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. മത്സരം എല്ലാ മേഖലകളിലും കോമ്പറ്റീഷൻ കാണാൻ കഴിയും. എല്ലാ മേഖലകളിലും എന്തുണ്ട്? കോമ്പറ്റീഷൻ കാണാൻ കഴിയും. എല്ലാ മേഖലകളിലും ഉണ്ട്. എല്ലാ മേഖലകൾ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സിലാണ്, എക്കണോമിക്സ്, ഏതൊരു തരത്താലും കോമ്പറ്റീഷൻ ഉണ്ട്. പണ്ട് തൊട്ടേ എന്തുണ്ട്? കോമ്പറ്റീഷൻ. ബ്രിട്ടീഷുകാരും നമ്മുടെ ഇന്ത്യക്കാരും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്, മത്സരം ഉണ്ടായിരുന്നു അല്ലെ. എല്ലായിടവും അല്ലെ, സ്കൂൾ തലത്തിലായാലും എവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റും? കോമ്പറ്റീഷൻ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് കോമ്പറ്റീഷനിലൂടെ എന്ത് ഉറപ്പാക്കാൻ പറ്റും? സോഷ്യൽ സ്റ്റാറ്റസ് ഉറപ്പാക്കാൻ പറ്റും. സമൂഹത്തിൽ പദവി നിശ്ചയിക്കാനായിട്ട് എന്തിലൂടെ കഴിയും? കോമ്പറ്റീഷനിലൂടെ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? കോമ്പറ്റീഷനിലൂടെ നമുക്ക് എന്തിനു കഴിയും? സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെ, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിന്റെ ഒരു പൊസിഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കോമ്പറ്റീഷനിലൂടെ മാറ്റാൻ കഴിയും. നമ്മുടെ റോളും സ്റ്റാറ്റസും വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് അല്ലെ. കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഗോൾ ഓറിയന്റഡ് ആണ്. നമ്മുടെ കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗോൾ ഓറിയന്റഡ് ആണ്. പിന്നെ എന്താണ്? സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗോൾ എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയാണ്? ഒരു സ്പിരിറ്റ് മൈൻഡ് നമ്മുടെ ഇടയിൽ ഉണ്ടാകും അല്ലെ. ഒരു ചത്തൂത്തിയിരിക്കാതെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള, എനർജറ്റിക് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ഇടയിലേക്ക് എന്ത് ചെയ്യും? ഉണ്ടാവും. ഇത് എന്താണ്? കോമ്പറ്റീഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഒന്നുകൂടെ, രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉയർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ അതില് കോമ്പറ്റീഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഗോൾ ഓറിയന്റഡ് ആണ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്, സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, എനർജറ്റിക് പ്രോസസ് ആയിരിക്കാം അല്ലെ. നമ്മൾ ഡള്ളായിട്ടിരുന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. എന്താണ്? ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. പിന്നെ എന്താണ്? നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും അല്ലെ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ത് ചെയ്യും? കൂട്ടും. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യും? ചേഞ്ച് വരുത്തും. സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ റോളും ഒക്കെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യോ? അല്ല, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ റോള്, സ്റ്റാറ്റസ്, കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ്, ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം, എന്താണ് സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് നോക്ക്. എന്താണ് സ്റ്റാറ്റസ് ആൻഡ് റോൾ? ചാപ്റ്റർ 9 എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്നാണ് അല്ലെ. ശ്രദ്ധിക്കുക, ഡിഫൈൻ സോഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നിശ്ചിത സമൂഹത്തിൽ ഉണ്ടാകുന്ന അല്ലെ വ്യക്തിയുടെ സ്ഥാനമാണ് എന്ന് പറയുന്നത് സാമൂഹിക പദവി എന്ന്, അല്ലെങ്കിൽ സാമൂഹിക പൊസിഷൻ എന്ന്, അല്ലെങ്കിൽ സാമൂഹിക സ്ഥാനം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആരൊക്കെയാണ് ഉദാഹരണം? പുരോഹിതൻ, രക്ഷിതാവ്, ടീച്ചർ, ഡോക്ടർ, നേഴ്സ്, ഇതെല്ലാം എന്തിൽ വരും? സോഷ്യൽ പൊസിഷനിൽ വരുന്നവര് ആണ്. ഡിഫൈൻ സ്റ്റാറ്റസ് എങ്ങനെയാണ്? പദവി എങ്ങനെയാണ്? സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് എന്തെന്ന് പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത്. നമുക്കറിയാം സാമൂഹ്യ ബന്ധങ്ങളുടെ അല്ലെ ഒരു വലയമാണ് എന്തെന്ന് പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത്. ഇതില് ഒരു വ്യക്തി വഹിക്കുന്ന ഇതിനെയാണ് എന്ന് വിളിക്കുന്നത്? പദവി എന്ന് പറയുന്നത്. പദവിയുടെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയല്ലേ. എന്തൊക്കെയാണ്? ഒരു പദവി ഒരു പ്രത്യേകം വ്യക്തിയെ മാത്രം ഉള്ളതാണോ? അല്ല. വ്യക്തി മാത്രം ഉള്ളതാണോ? അല്ല. പിന്നെ എന്താ പറഞ്ഞത്? അന്യോന്യം പ്രവർത്തന സൂചകമാണ്. പല പദവികൾ ഉണ്ടായിരിക്കാം. അവിടെയാണ് നമ്മൾ മീനുവിന്റെ കാര്യം പറഞ്ഞത്. ഒരു പെൺകുട്ടി ആകാം, അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് മരുമകളാകാം, അല്ലെങ്കിൽ അമ്മ ആകാം അല്ലെ. അവിടെ പദവികൾ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ സാമൂഹ്യ പദവിയായിരിക്കാം. പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടാകാം. ഓരോ പദവിക്കും പ്രത്യേക അവകാശവും കടമയും ഉണ്ടാകാം. ഓരോ പദവിക്കും പ്രത്യേക അവകാശവും കടമയും ഉണ്ടാകാം. പിന്നെ പ്രാധാന്യത്തിന്റെ തോത് മാറുന്നതിനനുസരിച്ച് പദവിയുടെ വ്യത്യാസവും മാറും അല്ലെ. പ്രാധാന്യത്തിന്റെ തോതനുസരിച്ച്, അതായത് ഒരു പെൺകുട്ടി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചുകൂടെ പദവി വ്യത്യാസമൊക്കെ എവിടെ കാണും? ഒരു അമ്മയാകുമ്പോ കാണും അല്ലെ. അതാണ് അവിടെ പ്രാധാന്യത്തിന്റെ എന്താണ് പറയുന്നത്? തോത് മാറുന്നതിനനുസരിച്ച് പദവിയുടെ വ്യത്യാസവും ഉണ്ടാകാം. കഴിവുള്ളവർക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു. കഴിവുള്ളവർക്ക് എങ്ങനെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്? നമ്മുടെ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ. കഴിവുള്ളവർ കുറച്ചുകൂടെ എന്ത് ചെയ്യും? നല്ല പൊസിഷനിൽ നിൽക്കും. കുറച്ചുകൂടെ കഴിവ് കുറഞ്ഞവർ അടുത്ത താഴ്ന്ന പൊസിഷനിൽ നിൽക്കും. ഒരു ഹൈറാർക്കി രീതിയിൽ ആയിരിക്കും. പിന്നെ റോൾ എന്താണ്? റോള് പദവിയുടെ
ചലനാത്മകവും പെരുമാറ്റപരമായ രീതിയാണെന്ന് പറയുന്നത് റോൾ എന്ന് പറയുന്നത്. പദവി എന്ന് പറയുമ്പോൾ വഹിക്കാനുള്ളതാണെങ്കിൽ റോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? നിർവഹിക്കാനുള്ളതാണ്. റോൾ എങ്ങനെയാണ്? നിർവഹിക്കാൻ ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോമ്പറ്റീഷനിലോട്ട് പോയത്. കോമ്പറ്റീഷൻ എങ്ങനെയാണ്? രണ്ടോ അതിലധികമോ, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടോ അതിലധികമോ വ്യക്തികൾ അല്ലെങ്കിൽ കക്ഷികൾ എങ്ങനെയാണ് പങ്കിടാൻ കഴിയാത്ത ഒരു പൊതു ലക്ഷ്യത്തിനായി വിട്ടുകൊടുക്കാൻ ആരെങ്കിലും തയ്യാറാണോ? അല്ല, പങ്കിടാൻ പറ്റില്ല. അവിടെ ഷെയറിംഗ് ഉണ്ടോ? കോമ്പറ്റീഷൻ ഷെയറിംഗ് ഉണ്ടോ? നീ ഓടിയിട്ട് കിട്ടുന്ന ട്രോഫീനെ എനിക്കും കൂടെ തന്നാ മതി. ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കോമ്പറ്റീഷന്റെ പ്രത്യേകത എങ്ങനെയാണ്? കോമ്പറ്റീഷനിൽ നമുക്ക് എന്ത് പങ്കിടാൻ കഴിയില്ല. കിട്ടുന്നത് ആർക്കാണ്? അതിൽ വിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് തുകയായാലും ട്രോഫി ആയാലും മറ്റെന്ത് സാധന ജംഗമ വസ്തുക്കളായാലും അത് ആർക്ക് മാത്രം? ഒരു ജയിക്കുന്ന ആൾക്ക് മാത്രം. അതാണ് കോമ്പറ്റീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പങ്കിടാൻ കഴിയില്ല. ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ പങ്കിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവിടെ ഉള്ളത് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, വാശിയാണ്, അല്ലെ? ഒരു സ്പിരിറ്റ് ആണ്. ഇവിടെ ആത്മവിശ്വാസം കൂട്ടോ കുറയ്ക്കോ? കൂട്ടും. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്, അല്ലെ? സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ഒരു ഗോൾ ഓറിയന്റഡ് ആണ്. ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് വരെ അവന്റെ ഉള്ളിൽ എന്താണ്? എനിക്ക് ജയിക്കണം, അല്ലാതെ എന്റെ കൂടെ ഓടുന്നവന് കൊടുക്കണോ എന്നാണോ? അല്ല, അല്ലെ? സ്നേഹബന്ധം സുഹൃബന്ധം ഒക്കെ ഉണ്ട്, നമുക്ക് ഇല്ല എന്നല്ല. പക്ഷേ നമ്മുടെ കോമ്പറ്റീഷനിൽ വരുമ്പോൾ നമുക്ക് പങ്കിടാൻ കഴിയില്ല. അവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല? പങ്കിടാൻ കഴിയാത്ത ഒരു പൊതു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു, അല്ലെ? പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല, അതിനേക്കാളും പരിശ്രമിക്കുന്നു, അല്ലെ? ആഞ്ഞു പരിശ്രമിക്കുന്ന ഒരു വൈരാഗ്യമാണ്, അല്ലെങ്കിൽ ഒരു എന്താണ്? ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി. അവിടെ അവനെ കൊല്ലണോ അവനെ പിടിക്കണോ അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊരു സ്പിരിറ്റ് ആണ്. ഒരു സ്പിരിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കോമ്പറ്റീഷൻ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടെ വാശിയാണ്, ഗോൾ ഓറിയന്റഡ് ആണ്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഗോൾ ഓറിയന്റഡ് ആണ്. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ഗോൾ ഓറിയന്റഡ് ആണ്, സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യും? ഉയർത്തും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും, അല്ലെ? മോട്ടിവേറ്റഡ് ആവും. നമ്മൾ കുറച്ചുകൂടി സെൽഫ് മോട്ടിവേറ്റഡ് ആവും. അല്ലെ? സോഷ്യൽ സ്റ്റാറ്റസ്, റോള്, ഇതെല്ലാം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോ നമ്മുടെ ചാപ്റ്റർ 9 എന്ന് പറയുമ്പോൾ എന്താണ്? മനസ്സിലായോ? സ്റ്റാറ്റസ് ആൻഡ് റോള്. അപ്പോ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പോ ഇതിനകത്തുനിന്ന് ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഡിഫൈൻ സ്റ്റാറ്റസ്. അവിടെ നിങ്ങൾ വേറെ കഥ എഴുതാൻ പോകരുത്, അല്ലെ? ഡിഫൈൻ സ്റ്റാറ്റസും ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് മാത്രം എഴുതുക, അല്ലെ? ഡിഫൈൻ റോളും ചോദിച്ചു കഴിഞ്ഞാൽ റോളിന്റെ കാര്യം. ചിലപ്പോൾ കോമ്പറ്റീഷൻ എന്താണ് ചോദിക്കില്ല, കോമ്പറ്റീഷൻ ഫീച്ചേഴ്സ് ചോദിക്കും. ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഗോൾ ഓറിയന്റഡ് ആണ്, അല്ലെ? അവിടെ അതൊക്കെയാണ് എഴുതാനുള്ളത്. സെൽഫ് ആണ്, അല്ലെ? ഗോൾ ഓറിയന്റഡ് ആണ്, സെൽഫ് ആണ്, പിന്നെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ആ കാര്യങ്ങൾ മാത്രമാണ് എഴുതാനായിട്ടുള്ളത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചെന്ന് പറഞ്ഞ് സോഷ്യോളജിയിൽ മാർക്ക് കിട്ടോ? ഇല്ല. എന്താണോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി മാത്രം ആൻസർ ചെയ്യുക. എല്ലാം ഒരുപോലെ ഇരിക്കും, അല്ലേ? സോഷ്യൽ സ്റ്റാറ്റസും റോളും അതുപോലെ തന്നെ എല്ലാം ഒരുപോലെയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് സിമിലാരിറ്റി ഉള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ഈ ഒരു സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാം കൂടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പദവിയും പങ്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെ? പദവിയും പങ്കും വ്യത്യാസപ്പെട്ട, ക്രൗഡും മോബും വ്യത്യാസപ്പെട്ടിരിക്കും. ക്രൗഡ് എന്താണ്? ജനക്കൂട്ടം. മാറിപ്പോരുത്. മോബ് എന്താണ്? ലഹളക്കൂട്ടം. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ സിമ്പിൾ കാര്യമാണ്. പക്ഷെ നമ്മൾ എക്സാം പേപ്പർ കിട്ടുമ്പോൾ എല്ലാം കൂടെ നമുക്ക് എന്തായി മാറുന്നു? കൺഫ്യൂഷൻ ആയിട്ട് വരുന്നു. അതാണ് ഈ സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത. നിങ്ങൾ മാറിപ്പോകരുത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? രണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് തലയിൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, മാറാത്ത രീതിയിൽ ഇരിക്കും. ഇവിടെ പറയുന്നുണ്ട് സോഷ്യൽ പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ സോഷ്യൽ പൊസിഷൻ എഴുതുക, സ്റ്റാറ്റസ് ചോദിക്കുകയാണെങ്കിൽ റോൾ സ്റ്റാറ്റസ് മാത്രം എഴുതുക, റോള് ചോദിക്കുകയാണെങ്കിൽ റോള് മാത്രം. അപ്പൊ ഇതാണ് ചാപ്റ്റർ 9 നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. നമ്മൾ ഇന്ന് നോക്കിയത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് എത്രത്തോളം യൂസ് ആകുന്നുണ്ടെന്ന് അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ട് എങ്കിലൊക്കെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ പരീക്ഷ അടുക്കുന്നത് വരെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരു സമയത്തും നിങ്ങളുടെ സംശയത്തിന് അല്ലെങ്കിൽ അത് ദൂരീകരണം ചെയ്യാൻ ഞങ്ങൾ റീഗൽ അക്കാദമി ഫാമിലി നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കുക. നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പഠിക്കുക മാത്രം, നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക. അപ്പോ ഇതില് എന്ത് സംശയം ഉണ്ടെങ്കിലും വീണ്ടും പറയുന്നു, ചോദിക്കുക. പഠനം ഉഷാറാക്കുക. പഠനത്തിൽ ഒരു വിട്ടുവീഴ്ച, ഒരു കോംപ്രമൈസ് നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ കൊണ്ടുവരരുത്. നിങ്ങൾ എപ്പോഴും ഇന്ന് പഠിക്കാനുള്ളത് ഇന്ന് തന്നെ പഠിക്കാം. ഓക്കെ, പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.